ഹലോ കൂട്ടുകാരെ, ഇന്ന് ഓംലെറ്റ് ഉണ്ടാക്കാമേ. മുട്ട ഓംലെറ്റ് 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് പിന്നെ ഇത് രണ്ട് മീഡിയം ടൈപ്പ് സവാളയാണ്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ ഇതൊരു 4 പച്ചമുളകുണ്ട്. 4 പച്ചമുളക് എന്താന്ന് ചോദിച്ചാൽ എരിവില്ലാത്തതുകൊണ്ടാണ് 4 എടുത്തത്. അപ്പൊ ഇതും കൂടി ഒന്ന് ചെറുതായിട്ട് മുറിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആവശ്യാനുസരണം ഉപ്പാണ് ഇടേണ്ടത്. അപ്പൊ ഞാൻ ഇത് ഒരു 1/4 സ്പൂണ് ഉപ്പിട്ടെ. 1/4 സ്പൂണ് മുഴുവൻ ഇട്ടില്ല ഞാന്. അപ്പം നമ്മൾ നോക്കണം കേട്ടോ, ആവശ്യാനുസരണമാണ് ഉപ്പിടേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കണേ. അപ്പോഴാണ് നമ്മളുടെ ഓംലെറ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് പൊങ്ങി വരത്തുള്ളേ. ഇത് നല്ലപോലെ അടിച്ചെടുക്കണം. രണ്ടിങ്ങനെ നല്ലതുപോലെ അടിച്ചെടുക്കണം കേട്ടോ. ഉപ്പ് എന്നിട്ട് കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്തോണം. എനിക്ക് ഇടുന്നതിൻ്റെ ഉപ്പൊന്നും നോക്കാറൊന്നുമില്ല, എനിക്കറിയാം എന്തോരം വേണമെന്നൊക്കെ, അതുകൊണ്ട് ഞാൻ നോക്കാറില്ല. അപ്പം ഇത് നല്ലപോലെ അടിച്ചടിച്ച് പത വരത്തില്ലേ, പത വരുമ്പോഴാണ് നമ്മളിത് ഫാനകത്ത് അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിക്കുന്നത്. നല്ലപോലെ പത വരുമ്പോഴാണ് നമുക്കിത് നല്ലപോലെ പൊങ്ങി വരുന്ന ഒരു ഓംലെറ്റ് കിട്ടുന്നത്. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് ഒരല്പം എണ്ണ, അധികം വേണ്ട, ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിത് ചോട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എണ്ണ അധികം വേണ്ടതാനും. അപ്പം നമുക്കൊരു ബ്രഷും കൊണ്ട് ഇതൊന്ന് മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്ത് മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കാമേ. കാരണം നോൺ സ്റ്റിക്ക് ആണെന്ന് പറഞ്ഞാലും ചിലതിലൊക്കെ പിടിക്കുവേ. ഇത് ഓംലെറ്റ് പിന്നെ എടുക്കാനും ബുദ്ധിമുട്ട് വരുവേ. അപ്പം നമുക്കിതൊന്ന് ചൂടായി. അപ്പം ഞാനിവിടെ ഗ്യാസ് ഓണാക്കി വെച്ചിരിക്കുവാണ്. ഗ്യാസ് സ്ലോയിൽ ചെയ്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലായിടത്തും ഒരുപോലെ ആകുന്ന പോലെ ആയേ. സ്ലോയിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. അടച്ചു വെക്കാൻ പോവാണേ. ഓക്കെ, ഇനി ഇത് സ്ലോയില് ഇത് വെന്ത് ഇവിടെ നമ്മളുടെ ഓംലെറ്റ് മറിച്ചിടുകയാണ്. ഇതെന്റെ മിസ്റ്റർ ജി ആണ്. ഇത് മറിച്ചിട്ടു. ഹലോ ഹായ് എന്ന് പറഞ്ഞ് ഹായ് ബോലോ. ഹായ്. ഇവിടെ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഓംലെറ്റ് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ഓക്കെ, ബൈ ബൈ.